ഹലോ മക്കളെ, ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ഈ ഫസ്റ്റ് ടേം എക്സാമിൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് ആണോ? എങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ വലിയ കാര്യമുണ്ട് കേട്ടോ. എക്സാമിനുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതേപോലെ നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും ഈ ചാനലിൽ വരുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ചാനലും അതുപോലെ ഈ ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ ആവശ്യമാണെങ്കിൽ അവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് നൽകാൻ മറക്കല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് പോകാം. ആക്ടിവിറ്റി നമ്പർ 1, ലിസൺ ആൻഡ് മാർക്ക്. ഡു യു ലിസൺ ടു ദ സ്റ്റോറി? അപ്പോൾ നിങ്ങൾക്കൊരു സ്റ്റോറി ടീച്ചർ പറഞ്ഞു തരും. അങ്ങനത്തെ ഒരു ഇതുണ്ടാവും, ഒരു ആക്ടിവിറ്റി ഉണ്ടാകും. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, നൗ റീഡ് ദ സെൻറ്റൻസസ് ബിലോ. ഇനി നിങ്ങൾ ഈ താഴെ കൊടുത്തിട്ടുള്ള സെൻറ്റൻസസ് വായിക്കണം. പുട്ട് എ ടിക്ക് എഗെയിൻസ്റ്റ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ക്രോസ് എഗെയിൻസ്റ്റ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. നോക്കാം. മിസ്റ്റർ സ്നെയിൽ സോ എ ഫ്രോഗ്. മിസ്റ്റർ സ്നെയിൽ സോ എ ഫ്രോഗ്. സ്നെയിൽ ഒരു ഫ്രോഗിനെ കണ്ടു. അത് ശരിയാണ്. അപ്പോൾ അവിടെ നമ്മൾ ടിക്ക് മാർക്കാണ് കൊടുക്കേണ്ടത്. ടിക്ക്. ഇതാണ് ടീച്ചർ ഇട്ട ടിക്ക് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. മിസ്റ്റർ സ്നെയിൽ സ്റ്റാർട്ടഡ് ഹിസ് ജേർണി ഓൺ എ സ്കൂട്ടർ. സ്കൂട്ടറിലാണ് സ്നെയിൽ യാത്ര പുറപ്പെട്ടത്. അത് ശരിയല്ല. അപ്പോൾ അതിന് ഇൻറ്റു മാർക്ക്, ക്രോസ് മാർക്ക് കൊടുക്കണം. ദ ഫ്രോഗ് ഹാഡ് എ ലോങ് ഹാറ്റ്. ഫ്രോഗിന് ഒരു വലിയ തൊപ്പി, നീണ്ട തൊപ്പി ഉണ്ടായിരുന്നു. അത് ശരിയാണ്. അപ്പോൾ നമ്മൾ ടിക്ക് കൊടുത്തു. ദ ഫ്രോഗ് ഫെൽ ഓൺ എ കാറ്റ്. ഫ്രോഗ് കാറ്റിൻ്റെ മുകളിൽ വീണു. അത് ശരിയല്ല. അതിന് നമ്മൾ ക്രോസ് മാർക്ക് കൊടുത്തു. മിസ്റ്റർ സ്നെയിൽ ഗേവ് എ പാഴ്സൽ ടു ദ മൗസ്. മിസ്റ്റർ സ്നെയിൽ ഒരു പാഴ്സൽ മൗസിന് കൊടുത്തു. അത് ശരിയല്ല. അപ്പോൾ അതിന് നമ്മൾ ക്രോസ് മാർക്ക് കൊടുത്തു. ആക്ടിവിറ്റി നമ്പർ 2 നോക്കൂ. കോൺവെർസേഷനാണ്. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ഫോക്സ് ആൻഡ് ദ ഡോഗ്. ഇത് നമുക്ക് ഈസിയാണ് അല്ലേ? കാരണം കോൺവെർസേഷനിൽ ഇവിടെ 2 എണ്ണത്തിന് തന്നിട്ടുണ്ട്. ബാക്കി 2 എണ്ണമാണ് നമ്മൾ എഴുതേണ്ടുള്ളൂ. അപ്പോൾ ഫോക്സ് ചോദിക്കുകയാണ് ഡോഗിനോട്, ഡിഡ് യു സീ എ റാബിറ്റ് അറൗണ്ട്? നീ ഇവിടെ എവിടെയെങ്കിലും ഒരു റാബിറ്റിനെ കണ്ടോ? അപ്പോൾ ഡോഗ് എന്താണ് പറയുന്നത്? നോ, ഐ ഡിഡിൻറ്റ് സീ ദ റാബിറ്റ്. റാബിറ്റ് അങ്ങനെയല്ലേ പറയൂ. റാബിറ്റിനെ കണ്ടു എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. എന്നെ പിടിക്കാൻ വന്നിരിക്കുകയല്ലേ. അപ്പോൾ പറയാണ് നോ, ഐ ഡിഡിൻറ്റ് സീ ദ റാബിറ്റ്. ഓക്കെ, ഇനി അടുത്തത് എന്താണ് ഡോഗ് ചോദിക്കുന്നതെന്ന് അറിയാൻ താഴെ ഒരു ക്ലൂ ഉണ്ട്. എന്താ നോക്കൂ. ഫോക്സ് പറയാണ് ഇറ്റ് ഈസ് എ വൈറ്റ് റാബിറ്റ്. ഇത് ഒരു വെള്ള റാബിറ്റാണ് എന്ന്. അപ്പോൾ എന്തായിരിക്കും ഡോഗ് ചോദിച്ചിട്ടുണ്ടാവുക? വാട്ട് കളർ ഈസ് ഇറ്റ്? ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ കോൺവെർസേഷൻ എഴുതേണ്ടത്. നെക്സ്റ്റ്, ആക്ടിവിറ്റി നമ്പർ 3, ഫൈൻഡ് ദ ഡിഫറൻസസ്. ഈ 2 പിക്ചേഴ്സിലുമുള്ള ഡിഫറൻസസ് ആണ് നമ്മൾ എഴുതേണ്ടത്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഡിഫറൻസസ്. റൈറ്റ് ദം ഇൻ ദ ബ്ലാങ്ക്സ്. എന്നിട്ട് ബ്ലാങ്കിൽ അത് എഴുതുകയും വേണം. അപ്പോൾ ഫസ്റ്റ് പിക്ചറും സെക്കൻഡ് പിക്ചറും എപ്പോഴും നോക്കിയിട്ട് വേണം നമ്മൾ എഴുതാൻ. അപ്പോൾ നോക്കാം. പിക്ചർ എയിലും ബിയിലും ഫസ്റ്റത്തെ എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുണ്ട് എങ്ങനെയാണ് എഴുതേണ്ടത്. ദർ ആർ 3 കോക്കനട്ട്സ് ഓൺ ദ ടേബിൾ. ഫസ്റ്റ് പിക്ചർ എയിൽ 3 കോക്കനട്ട്സ് ഉണ്ട്. ഇനി പിക്ചർ ബിയിൽ എന്താ പറയുന്നത്? ദർ ആർ ഓൺലി 2 കോക്കനട്ട്സ് ഓൺ ദ ടേബിൾ. നോക്കൂ, 2 എണ്ണേ ഉള്ളൂ പിക്ചർ ബിയിൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് 1 തരും, മറ്റതാണ് നിങ്ങൾക്ക് എഴുതേണ്ടത്. നല്ല ഈസിയാണിത്. പിക്ചർ എയിൽ കൊടുത്തിട്ടുണ്ട് ദ ആപ്പിൾസ് ആർ സ്മാൾ. ആപ്പിളൊക്കെ ചെറുതാണ്. അപ്പോൾ
അപ്പോൾ പിക്ചർ ബിയിലെ ആപ്പിൾസ് എങ്ങനെയാണ്? ബിഗാണ്, സ്മോൾ അല്ല. അപ്പോൾ ഓപ്പോസിറ്റാണ് എഴുതേണ്ടത് അല്ലേ? ദ ആപ്പിൾസ് ആർ ബിഗ്. ഇനി മൂന്നാമത്തെ നോക്കൂ. പിക്ചർ ബിയിൽ തന്നിട്ടുണ്ട് ദ ജ്യൂസ് ഈസ് നിയർ ദ കോക്കനട്ട്സ്. ജ്യൂസ് എവിടെയാണ് ഇരിക്കുന്നത്? കോക്കനട്ടിൻ്റെ അടുത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ പിക്ചർ എയിൽ എവിടെയാണ് ഇരിക്കുന്നത് നോക്കൂ. ദ ജ്യൂസ് ഈസ് നിയർ ദ ക്യാരറ്റ്സ്. ക്യാരറ്റിൻ്റെ അടുത്താണ് ഇരിക്കുന്നത്. പിക്ചർ എയിൽ ദർ ആർ ക്യാരറ്റ്സ് ഓൺ ദ ടേബിൾ. ടേബിളിൽ ക്യാരറ്റ്സ് ഉണ്ട് പിക്ചർ എയിൽ. എന്നാൽ പിക്ചർ ബിയിലുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ എന്താ എഴുതാം? ദർ ആർ നോ ക്യാരറ്റ്സ് ഓൺ ദ ടേബിൾ എന്ന് പിക്ചർ ബിയിൽ എഴുതണം. നെക്സ്റ്റ് നോക്കൂ. രണ്ടും നമുക്ക് തന്നിട്ടില്ല, നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം. പിക്ചർ എയിൽ ഇനി നമ്മൾ പറയാത്ത ഗ്രേപ്സിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അവിടെ ഗ്രേപ്സ് ആണ് കേട്ടോ. എന്നാൽ പിക്ചർ ബിയിൽ ഗ്രേപ്സ് ഇല്ല. അതിന് പകരം എന്താ ഉള്ളത്? അവിടെ ബനാന ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എഴുതാം. ദർ ആർ ഗ്രേപ്സ് ഓൺ ദ ടേബിൾ പിക്ചർ എയിൽ എഴുതാം. പിക്ചർ ബിയിൽ ദർ ആർ ബനാനാസ് ഓൺ ദ ടേബിൾ. പിക്ചർ ബിയിൽ അങ്ങനെയും എഴുതാം. ഇനി ആക്ടിവിറ്റി നമ്പർ 4 കോംപ്രിഹെൻഷൻ. ലുക്ക് അറ്റ് ദ പിക്ചർ, ടിക്ക് ദ കറക്റ്റ് ആൻസർ. ഈ പിക്ചർ നോക്കിയിട്ട് ഇവിടെയുള്ള കുറച്ച് സാധനങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്, ചോദ്യം തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് കറക്റ്റായത് ടിക്ക് ചെയ്യണം. നോക്കാം. വാട്ട് ഈസ് ദ മങ്കി ഡൂയിങ്? മങ്കി എന്താ ചെയ്യുന്നത്? പഴം കഴിക്കുകയാണ് അല്ലേ, ബനാന. അപ്പോൾ നമ്മൾ എവിടെ ടിക്ക് ചെയ്യേണ്ടത്? ഇവിടെ ടിക്ക് ചെയ്തപ്പോൾ അതൊരു വരയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ടിക്ക് ചെയ്യുമ്പോൾ ശരിയായി ടിക്ക് ചെയ്യണേ. ഈറ്റിംഗ് എ ബനാന എന്നുള്ളത് ടിക്ക് ചെയ്യണം. നോക്കൂ, ഈറ്റിംഗ് ആൻ ആപ്പിൾ, പ്ലക്കിംഗ് എ ബനാന, ഈറ്റിംഗ് എ ബനാന. ഓക്കെ, അപ്പോൾ അത് ടിക്ക് ചെയ്തു. നെക്സ്റ്റ്, ഹൂ ഹാസ് ദ ബിഗ്ഗർ അംബർല? ആരടുത്താണ് വലിയ അംബർല ഉള്ളത്? മങ്കി, എലിഫൻറ്റ്, റാറ്റ്. റാറ്റിന് ഒരു സ്മോൾ അംബർല ഉണ്ട് അല്ലേ? അപ്പോൾ ബിഗ്ഗർ ആർക്കാണ്? എലിഫൻറ്റ്. എലിഫൻറ്റിന് ടിക്ക് ചെയ്യുക. നെക്സ്റ്റ്, ഹൗ മെനി ഫ്ലവേഴ്സ് ആർ ദർ ഇൻ ദ പിക്ചർ? ഈ പിക്ചറിൽ എത്ര ഫ്ലവേഴ്സ് ആണുള്ളത്? നോക്കൂ, 3. ഓക്കെ, 3ക്ക് ടിക്ക് ചെയ്തു. വിച്ച് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? ഇതിൽ 3 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തതിൽ കറക്റ്റ് ഏതാണെന്ന് നോക്കാം. ദ എലിഫൻറ്റ് ഈസ് സിറ്റിംഗ് അണ്ടർ ദ ട്രീ. എലിഫൻറ്റ് മരച്ചുവട്ടിൽ ഇരിക്കുന്നു. ദ ബട്ടർഫ്ലൈ ഈസ് നിയർ ദ മങ്കി. ബട്ടർഫ്ലൈ മങ്കിയുടെ അടുത്താണ്. ദ റാറ്റ് ഹാസ് എൻ അംബർല. അപ്പോൾ ഇതിലേതാണ് കറക്റ്റ്? ദ റാറ്റ് ഹാസ് എൻ അംബർല. മറ്റത് ശരിയല്ലല്ലോ. ഓക്കെ. വൈ ഈസ് ദ മങ്കി ഹാപ്പി? എന്താണ് മങ്കി ഇത്ര സന്തോഷത്തിലിരിക്കുന്നത്? ഹി പ്ലക്ഡ് ദ ഫ്ലവർ, ഹി ഗോട്ട് എ ബനാന, പിന്നെ ഹി ഹാസ് എൻ അംബർല. ഇതിൽ അവൻ ഹാപ്പി ആകാനുള്ള കാരണം എന്തായിരിക്കും? ഹി ഗോട്ട് എ ബനാന. അവന് പഴം കിട്ടിയതാണ് അവൻ്റെ സന്തോഷം. നെക്സ്റ്റ് നോക്കാം. ആക്ടിവിറ്റി 5 ഡിസ്ക്രിപ്ഷൻ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് സ്യൂട്ടബിളി. ഈ ബ്ലാങ്ക് ഒക്കെ നമ്മൾ ഫില്ല് ചെയ്യണം. ഇവിടെ കുറച്ച് ബ്ലാങ്ക് തന്നിട്ടുണ്ട്. അതിന് എന്താ എഴുതേണ്ടതെന്നും നമ്മുടെ ഒരു ബോക്സിൽ തന്നിട്ടുണ്ട് കേട്ടോ. നോക്കാം. അപ്പോൾ ഇതിൽ ആരൊക്കെ ഉണ്ട്? എലിഫൻറ്റ്, ബേർഡ്, ക്യാറ്റ്, മൗസ്, പിന്നെ മങ്കി, ഇതാരാണ് ലാസ്റ്റ് ഉള്ളത്? ആൻറ്റ്. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ എന്തൊക്കെ എഴുതാം? ഈ എലിഫൻറ്റ് പറഞ്ഞതുപോലെ നമുക്ക് ബാക്കി എല്ലായിടത്തും എഴുതാം. ഐ ആം എൻ എലിഫൻറ്റ്, ഐ ആം ബിഗ്. ഇപ്പോൾ ബേർഡ് എന്താ പറയുന്നു? നെക്സ്റ്റ് ബേർഡാണ്. ഐ ആം എ, അവിടെ എന്താ എഴുതണം? ബേർഡ്. എന്നിട്ട് എന്താ എഴുതിയിരിക്കുന്നു? ഐ ഫ്ലൈ ഹൈ, എനിക്ക് ഉയരത്തിൽ പറക്കാം. നോക്കാം. അടുത്തത് ക്യാറ്റ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അവിടെ എന്താ എഴുതണം? ഐ ആം എ എന്ന് എഴുതണം. ഐ ആം എ ക്യാറ്റ്. ഐ ലൈക്ക് ഫിഷ്. അടുത്തത് മൗസ് പറയുന്നു. ഐ ആം എ മൗസ്, ഐ ഈറ്റ്. മൗസിന് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഇവിടെ നോക്കൂ. ഇവിടെ ഉള്ളതിൽ ഏറ്റവും ഇഷ്ടമുള്ളതാണ് ക്യാരറ്റ്. അപ്പോൾ ക്യാരറ്റ് കൊടുക്കാം.
ഐ ഈറ്റ് ക്യാരറ്റ്സ്. ഇനി ഐ ഹാവ് എ ലോങ് എന്നുള്ളതിന് അവിടെ എന്ത് കൊടുക്കാം? ഇവിടെ ഉള്ളത് ടെയിലുണ്ട്. ടെയിൽ സ്പെല്ലിംഗ് ഒക്കെ നമ്മൾ ഈ ബോക്സിൽ നോക്കി എഴുതണം, അപ്പോൾ കറക്റ്റ് ആവും. ഓക്കെ, ഐ ഹാവ് എ ലോങ് ടെയിൽ. പിന്നെ ഇവിടെ മങ്കിക്ക് എന്താണ് ചെയ്യാൻ കഴിയാന്ന് എഴുതാം. പിന്നെ ബേർഡ് ഐ ഫ്ലൈ ഹൈ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ മങ്കിക്ക് എന്താ പറയാൻ കഴിയുക? ഐ ക്യാൻ ജമ്പ്. ഐ ക്യാൻ ജമ്പ്. ഐ ക്യാൻ സ്വിങ്. മരത്തിൽ തൂങ്ങി ആടില്ലേ, അങ്ങനെയൊക്കെ എഴുതാന്ന് വെച്ചാൽ എഴുതാം. ഇനി അടുത്തത് ഉറുമ്പാണ്. ഐ ആം ആൻ എന്നുള്ളിടത്ത് എന്ത് എഴുതണം? ആൻറ്റ്. പിന്നെ ഐ ആം വെരി, ഇവിടെ നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നത് സ്മോൾ ആണ്. ഐ ആം വെരി സ്മോൾ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് ടേം എക്സാം ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ശ്രദ്ധിച്ച് വൃത്തിയായിട്ട് എഴുതുക. വേർഡ്സൊക്കെ എഴുതുമ്പോൾ സ്പെല്ലിങ് ചേർത്ത് എഴുതണം. അതുപോലെ സെൻറ്റൻസ് എഴുതുമ്പോൾ ഓരോ വേർഡിൻ്റെ ഇടയിലും സ്പേസ് കൊടുത്ത് വേണം എഴുതാൻ. അപ്പോൾ ഓക്കെ, ഗുഡ് ലക്ക്. താങ്ക്സ് ഫോർ വാച്ചിങ്.